ഹലോ. ഇന്നും ഞങ്ങൾ വെളിയിൽ പോയതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. വെളിയിൽ വേറെ ഒന്നുമല്ല, ജോബ്രയിൽ തന്നെ അവന്യൂസ് മോളിൽ ഞങ്ങൾ ഒത്തിരി നേരമായി വന്നിട്ട് ഇറങ്ങാറാവുന്നതിന് മുന്നേ ഞങ്ങളുടെ ആവശ്യമുള്ള ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുക. അപ്പോഴാണ് ഒരു ഷോപ്പ് കണ്ടേ. നന്ദയുടെ ഫേവറേറ്റ് ഷോപ്പാണ്. എപ്പോഴും ഞങ്ങൾ കയറി പ്രൈസൊക്കെ നോക്കിയിട്ട് പതുക്കെ ഇങ്ങനെ ഇറങ്ങും. കാര്യം അത്യാവശ്യം ക്വാളിറ്റി സാധനം അവിടെ കിട്ടുന്നത്. നല്ല റേറ്റാണേ. നല്ല റേറ്റ്. ഒമാനീസാണ് കൂടുതലും വരാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അവിടെ നമുക്ക് തന്നെ ഇപ്പോൾ തന്നെ കാണാം. ഇന്ന് ഈദിൻ്റെ ഡേ ആയിട്ട് തിരക്കും കുറവാണ്, ഷോപ്പിനകത്തും ആൾ കുറവാണ്. ഉണ്ട്. ഇതെന്താണെന്ന് ഞാൻ നന്ദിയോട് ചോദിച്ചപ്പോൾ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്കെന്തായാലും ഒന്നും മനസ്സിലായില്ല. അതിനകത്ത് ഗിഫ്റ്റ് ഉണ്ടാവും, ആ കാണിച്ചിരിക്കുന്ന പടവും മറ്റോ ആണെന്നു. അങ്ങനെ അത് തിരിച്ചും മറിച്ച് ഞാൻ നോക്കുന്നുണ്ട്. നന്ദ വന്ന് അതിനെപ്പറ്റി എൻ്റെ അടുത്ത് എക്സ്പ്ലെയിനൊക്കെ ചെയ്യുന്നുണ്ട്. വാട്ട് എവർ, ഞാൻ നോക്കിയില്ല. ഞാനകത്തേക്ക് പോയി. നന്ദയുടെ ഇഷ്ടത്തിന് വേറെയും പോയി. അകത്തേക്ക് നോക്കിയപ്പോൾ താണ്ടെ വളരെ സാധാരണ ഒരു പട്ടിക്കുട്ടി. അതിനെ ഗോൾഡൻ റിട്രീവർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് വളരെ ചെറുതാണ്. അങ്ങനെ ഞാൻ തിരിച്ചു മറിച്ചൊന്ന് നോക്കി. ഞാൻ അതിൻ്റെ റേറ്റ് നോക്കി. നിങ്ങൾക്ക് മനസ്സിലാവും. 9.1 9 റിയാൽസ് 100 പൈസ. വളരെ ചെറിയൊരു വാവക്കുട്ടിയാണ്. വാവക്കുട്ടിയല്ല, പട്ടിക്കുട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടോയ് സെക്ഷനിൽ തന്നെ ഇപ്പുറത്ത് ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് മുമ്പ് എനിക്ക് എപ്പോഴും ഒരു ബാബിയെ നന്ദയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ലോസ്റ്റ് പ്രൈസിൽ ഒരെണ്ണം എടുത്ത് കൊടുത്തത്. ബാക്കിയെല്ലാം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളൊരു ആവറേജ്, നമ്മളെപ്പോലുള്ള മലയാളീസിന് അഫോർഡബിൾ അല്ലാത്തതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും ഞാൻ അവിടെ മണി ഒത്തിരി സ്പെൻഡ് ചെയ്യാറില്ല. ഇവിടെ ബുക്സ് ഒരുപാട് കളക്ഷൻസും ഉണ്ട്. ക്വാളിറ്റി സാധനമാണ് കിട്ടുന്നത്. ബുക്സ് താണ്ടെ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ, അറബിക് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും ഏത്, മലയാളം ഇടയ്ക്ക് എപ്പോഴോ കണ്ടിട്ടുണ്ട്. യൂഷ്വലി അങ്ങനെ എപ്പോഴും ഉണ്ടാവാറില്ല. വേറെ ലാംഗ്വേജസിലൊക്കെ ഉണ്ടാവാറുണ്ട്. അതെ, വേറൊരു ഡോള് 29 റിയാൽ സംതിങ്. എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സെന്ന് പോലും ഞാൻ നോക്കാൻ നിന്നില്ല. എൻ്റെ കുറേ എന്തൊക്കെയോ ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്. ലാസ്റ്റ് ചെയ്യുമായിരിക്കും. അതെ, അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. നന്ദ വേറെ പോയേക്കുവാണേ. അതിനടുത്തത് ടോയ്സ് എന്തായാലും എൻ്റെ ഒരു പ്രയോറിറ്റിയേ അല്ല. നമ്മൾ ചെറുതായിരുന്നപ്പോഴും ഒരുപാട് നമ്മൾ വാങ്ങിയിട്ടില്ല. ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കൊടുത്തെങ്കിൽ തന്നെ. ഇത് നെയിൽ പോളിഷ്. നമ്മളൊരു 5 സെറ്റിന് നെയിൽ പോളിഷാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ റേറ്റ് നോക്കും, നിയർലി 6 റിയാൽസ്. ക്വാളിറ്റി സാധനമായിരിക്കും. താഴെ മേക്കപ്പ് സെറ്റ്സ് ആയിരിക്കുന്നത്. അടുത്തിരിക്കുന്ന നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് എന്തോ മേക്കപ്പ് റിലേറ്റഡ് ആയിട്ട് തന്നെ കുറച്ച് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഞാൻ ആക്ച്വലി നന്ദ ഇവിടെ കയറിയിരിക്കുന്നത് മൊണോപ്പൊളി എന്ന് പറയുന്ന ഒരു ഐറ്റം നോക്കാൻ വേണ്ടി മാത്രം. കാര്യം അവൾക്ക് വലിയ ഇഷ്ടമായി. ഇപ്പോൾ പുതിയൊരു കുറച്ച് നാളായിട്ട് അതിൻ്റെ പുറകെയാണ്. നമ്മളെ ലൂഡോ, ചെസ്സ് അതുപോലെയൊക്കെ കളിക്കുന്നുണ്ട്. ഞാൻ സോഫ്റ്റ് ടോയ്സിൻ്റെ സെഷനിലോട്ട് ചെന്നു നോക്കി. നമ്മൾ നേരത്തെ പെട്ടിക്കകത്തിരിക്കുന്ന പട്ടിയെ പോലെ തന്നെ വേറൊരു പട്ടി അവിടെ ഉണ്ട്. ഞാൻ പട്ടിക്കുട്ടിക്ക് വിഷമമുണ്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ റേറ്റ് നോക്കിയില്ല. ബാക്കിയൊക്കെ ഞാൻ നോക്കിയപ്പോൾ 6 റിയാൽസ് 7 റിയാൽസ് ഒക്കെയാണ്. അടുത്ത സെഷനിലേക്ക് പോവാം. അടുത്ത സെഷനിൽ ചെല്ലുമ്പോൾ നമ്മൾ നോർമലി കാണുന്ന കിച്ചൺ സെറ്റ്സ്, അതിൻ്റെ മൊണോപ്പൊളി എന്താ നോക്കാൻ മീൻസ് ഒന്ന് കാണാൻ കയറിയ സാധനമാണ്. അതിൻ്റെ റേറ്റ് കൊടുത്തിരിക്കുന്നത് 29.900 പൈസ, 30 റിയാൽസ്. അപ്പോൾ അതിൽ പല സെറ്റ്സ് അവിടെ ഉണ്ട്. എന്താണ്ട് അത് ബാബിയുടെ ഒരു സെറ്റ് കാണുന്നുണ്ട്. അതിൻ്റെ പുറകിൽ വേറെ ഏതാണ്ട് ഇരിപ്പുണ്ട്. ഡിഫറെൻറ്റ് ഗെയിംസ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെന്നാണ് ഈ കൊച്ചു പറയുന്നത്. അപ്പം അതിന് ക്വാളിറ്റി ഐറ്റംസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ 30 റിയാൽസ് വന്നിരിക്കുന്നത്. എന്തായാലും ഞാൻ വാങ്ങാനൊന്നും ഉദ്ദേശിച്ചല്ല കയറിയത്, ജസ്റ്റ് അതൊന്ന് നോക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അതിനടുത്ത സെറ്റ് അക്കാഡമിക്സ് റിലേറ്റഡ് ബുക്സ് തന്നെ ഡിഫറെൻറ്റ് പ്ലേസസിൽ അവർ വെച്ചിട്ടുണ്ട്. ഇത് അക്കാഡമിക്സ് റിലേറ്റഡ് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഒക്കെ നോക്കാൻ പറ്റുന്ന കുറേ ബുക്സ് ഉണ്ട്. ദെൻ കുട്ടികളുടെ ബാഗ്, ട്രോളീസ്, ലഞ്ച് ബോക്സസ്. അതിനൊക്കെ റേറ്റ് ഏതാണ്ട് 18 19 അതാണ്ട് ആ ബ്ലാക്ക് ട്രോളിക്ക് 48 റിയാൽസോ മറ്റോ ആണെന്നാണ് എൻ്റെ ഓർമ്മ. 48.
വളരെ ചെറിയൊരു ട്രോളിയാണ്. ദെൻ അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ടൊരു ലഞ്ച് ബോക്സ് പോലത്തെ ഒരു സാധനം. രണ്ടാണ്. ദെൻ സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ആ സെറ്റ് കംപ്ലീറ്റ് ആയിട്ടുള്ളത് നോക്കാൻ പോയില്ല, നമ്മുടെ ടൈം കഴിഞ്ഞല്ലോ, അതിൻ്റെ ആവശ്യമില്ല. ദെൻ ലഞ്ച് ബോക്സിൻ്റെ സെഷനിൽ പോയി ഞാനൊന്ന് എടുത്ത് നോക്കി. ഒരു ലഞ്ച് ബോക്സിന് 10 റിയാൽസാണ്. ലഞ്ച് ബോക്സിന് 10 റിയാൽസാണ് അവിടുത്തെ സ്റ്റാർട്ടിങ് പ്രൈസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ദെൻ ചെറിയ തീരെ ബാക്ക് പാക്ക് എന്നും പറഞ്ഞ് നമ്മൾ കുട്ടി നമ്മുടെ ഡോറയൊക്കെ ഇട്ടുകൊണ്ട് നടക്കില്ലേ, അതുപോലത്തെ ബാഗ്സ് അവിടെ കിടക്കുന്നത്. റേറ്റ് എനിക്ക് അതിൽ കാണിക്കുന്നുണ്ടോ, എനിക്ക് തോന്നുന്നു ഞാൻ നോക്കിയതിൽ 20 18 അങ്ങനെ ഏതാണ്ടാണ് അതിൻ്റെ എമൗണ്ട്. ഉണ്ട്. അടുത്തൊരു ബുക്ക്, ദ സയൻസ് ഓഫ് സോഷ്യൽ. അത് കൂടുതലും അറബിക് ബുക്സ് ആയിരുന്നേ. ഞാൻ അന്നേ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. എനിക്കവിടെ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത ആ സമയത്ത് നന്ദ വീണ്ടും മൊണോപ്പൊളി തന്നെ പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. തിരിച്ചും മറിച്ചും നല്ല ക്യാരക്ടേഴ്സിനെയൊക്കെ നോക്കിയ ആളവിടെ നിൽക്കുകയാണ്. എന്തായാലും ബാഗ്സിൻ്റെ സെഷൻ എന്തായാലും സ്കൂൾ ഓപ്പണിങ് കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓൾറെഡി ബാഗ് വാങ്ങിച്ചല്ലോ, നമുക്ക് പറ്റിയ ഷോപ്പിൽ നിന്ന് ബാഗ് വാങ്ങിച്ചിട്ടുണ്ട്. ബട്ട് ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. റഫ്യൂസിനും ഒക്കെ പറ്റുന്ന സാധനങ്ങളാണ് ഇരിക്കുന്നത്. എൻ്റെ ബുക്സ്, ഹാരി പോട്ടറിൻ്റെ ബുക്സ് അവൾ ലൈബ്രറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, സെയിം ബുക്ക്. നാളത് പറയാം. അതിൻ്റെ എല്ലാ ഡിഫറെൻറ്റ് അതിൻ്റെ എഡിഷൻസ് എല്ലാം ഉണ്ട്. പലതരത്തിലുള്ള ബുക്സ്, ഗെയിംസിൻ്റെ ആണെങ്കിലും നമുക്ക് ഡ്രോയിങ്ങിൻ്റെ ആണെങ്കിലും എല്ലാ ടൈപ്പ് ബുക്സും ഉണ്ട് കേട്ടോ. ബട്ട് ഡിഫറെൻറ്റ് സെഷൻസാണ്. ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ അവിടെ നിന്നല്ല വാങ്ങിച്ചത്. നന്ദയുടെ ആവശ്യം, നന്ദ റീൽസ് ഒരുപാട് ഇടുന്ന ഒരാളല്ലേ, കുറേ നാളായി. അപ്പോൾ ആളെവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ചാരി വെച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ പിടിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പം ഞാൻ അവൾക്കൊരു സാധനം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് അവിടുന്ന് ഞങ്ങളിങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നിട്ടുള്ളതാണേ. ഞാനൊരു ട്രൈപോഡ് പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം നോക്കിയതിന് ശേഷമാണ് കിട്ടിയത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി നോക്കി നമുക്ക് മൊബൈൽ യൂസ് ചെയ്തിട്ടത് കവർ ചെയ്യാൻ പറ്റില്ല. സോ വീട്ടിൽ വന്നിട്ട് ഞാനത് ഓപ്പൺ ചെയ്യുന്നതാണേ കാണിച്ചിരിക്കുന്നത്. ട്രൈപോഡ് അതിൻ്റെ ഹൈറ്റ് മാക്സിമം 142.5 to 125 സെൻറ്റിമീറ്റർ വരെയാണ് കിട്ടുക. അതുകൊണ്ട് അതിൽ ക്ലിപ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഹാൻഡി ആയിട്ട് കൊണ്ടുപോകാവുന്ന രീതിയിൽ ചെറുതാക്കാം. അത് ക്ലിപ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ പറ്റും. മാക്സിമം ഹൈറ്റ് 125 ആണ്, ഇൻക്ലൂഡിങ് അതിനൊരു നെക്ക് പോർഷനുണ്ട് അതുകൂടെ ചേർത്തിട്ട്. ഇതിപ്പോൾ ലെഗല്ലേ, അതിനൊരു നെക്ക് കൂടെ ഉണ്ട്, അതുകൂടെ ചെയ്തിട്ടാണ് 125 സെൻറ്റിമീറ്റേഴ്സ് ഹൈറ്റ് കിട്ടുക. അപ്പം നന്ദയ്ക്കത് യൂസ്ഫുള്ളാണ്. നന്ദയ്ക്ക് മാത്രമല്ല, ഇപ്പം നമുക്ക് ക്ലാസ് എടുക്കണമെങ്കിലും ഒക്കെ പറ്റുന്ന കേസാണ്. അപ്പോൾ ഇത് ക്യാമറയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മീൻസ് അത് പെർഫെക്റ്റ്ലി ഫിറ്റ് ആവുക ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാണ്ട് ഇതാണ് അതിൻ്റെ, നമുക്ക് മൂവ് ചെയ്യാൻ 360 ഡിഗ്രി മൂവ് ചെയ്യിക്കാൻ പറ്റും. കുറച്ചുകൂടെ ഫീച്ചേഴ്സ് എനിക്കിതിലെല്ലാം, ഞാൻ ക്യാമറ പിടിച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാ ഫീച്ചേഴ്സും കാണിക്കാൻ പറ്റുന്നില്ല. നോക്കിക്കും, അതിൻ്റെ നെക്ക് ഞാൻ ഹൈറ്റ് കൂട്ടിയിട്ടില്ല കേട്ടോ, ലെഗ്സ് മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. അതെ, ഈ രീതിയിൽ നമുക്കിതിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ദെൻ ഇത് ക്യാമറയല്ല, നമുക്ക് മൊബൈലാണല്ലോ യൂസ് ചെയ്യേണ്ടുന്നത്. സോ ട്രൈപോഡ് സ്റ്റാൻഡ് ഹാൻഡ് ഹെൽഡായിട്ടുള്ള ഒരെണ്ണം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ആക്ച്വലി അത് നമുക്ക് ഇവിടെ നമുക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ നമുക്കതവിടെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഹോൾഡർ ഉണ്ട്, മൊബൈൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ദെൻ അതിൻ്റെ കണക്ടറാണ് അതിനകത്തിരിക്കുന്നത്. ഇതിൻ്റെ കണക്ടർ വട്ടവർ നമ്മുടെ ആദ്യം കാണിച്ച ലെങ്ത്തുള്ള ട്രൈപോഡിൻ്റെ കേസിൽ ഇതിന് ഈ ക്യാമറ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, ക്യാമറ മാത്രമേ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം മൊബൈൽ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം കൂടെ വേണം. അപ്പം ഞാനത് സെപ്പറേറ്റ് വാങ്ങിച്ചാണ്. ഇങ്ങനെയാണ് അത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. ഇതുണ്ട്, ഇതാണിതിൻ്റെ ഒരു വർക്കിംഗ്. പിന്നെ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ, അത് കാണിച്ചിട്ടില്ല. മുകളിൽ വേണമെങ്കിൽ ഈ കണക്ടർ ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ട്, ഹോൾഡർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് വേറൊരു പൊസിഷനിലൂടെ
കണക്ട് ചെയ്യാൻ പറ്റും. 2 പൊസിഷനിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. അത് ലൂസൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല, ഇനി വേറൊരു പൊസിഷനിലൂടെ നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റും. ഞാനത് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ ഹാൻഡ് ഹെൽഡ് ആ ഒരു സാധനം വാങ്ങിച്ചിരിക്കുന്നത് നമുക്ക് യൂസ്ഫുള്ളാണ്. അപ്പോൾ ഒരു ഓൺലൈൻ സെഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും ചാരി വെക്കേണ്ട കേസൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മറ്റേതിൻ്റെ കണക്ടറാണ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിഫറെൻറ്റ് ആംഗിൾസിൽ മൂവ് ചെയ്യും. ഇത് ചെറിയ ട്രൈപോഡ് സ്റ്റാൻഡിൻ്റെ ചെറുതിൻ്റെ കണക്ടറാണ്. അതിങ്ങനെ വെച്ചിട്ട് അതിനകത്ത് വേണം നമ്മൾ നേരത്തെ മറ്റേതിൽ ജോയിൻ ചെയ്തില്ലേ, അതെടുത്ത് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യുക. ഒരു അഫോർഡബിൾ പ്രൈസിലാട്ടോ ഞാൻ വാങ്ങിച്ചത്. ഇവിടെ ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. വളരെ ചെറിയ റേറ്റിലാണ് വാങ്ങിച്ചത്. അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി മാത്രമേ സാധനത്തിനുള്ളൂ താനും. ലെഗ്സൊക്കെ നമ്മൾ ബി കെയർഫുൾ എന്നുള്ള രീതിയിലാണ്, എന്നാൽ തീരെ മോശവുമല്ല. ഇതാണ് വിശേഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.